ഹലോ അസ്സാം വലൈക്കും. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്തുണ്ടാക്കുന്നത് പറഞ്ഞാൽ വെജ് പ്ലവ്, അഫ്ഗാനി അണ്ട സുക്ക കറി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതിന് വേണ്ടി ഞാൻ 2 ഉള്ളി എടുത്തിന്, ഒരു ക്യാപ്സിക്കം എടുത്തിന്, പച്ചമുളക് എടുത്തിന്, 2 ഉള്ളി എടുത്തിന്. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഇതേമാതിരി ഇതേ ടോപ്പിൽ ഇടണം. അതിൻ്റെ കളർ മാറിയ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റ് ഇട്ടിട്ട് കൊടുക്കണം. ഇളക്കിയിട്ട് കൊടുക്കണം. പിന്നെ ഇത് ഞാൻ കുറച്ച് വട്ടാണ് ഒരു ആലു എടുത്തിന്, 2 ആലുല്ലേ കഷ്ണം, കുറച്ച് വട്ടാണ് ഇല്ലേ പച്ച വട്ടാണ്, അതിനിടണം. അതിനിട്ട് പിന്നെ കൊത്തമീര ഇടണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് നല്ല ഇളക്കിയിട്ട് കൊടുക്കണം. വേവുന്നത് വരെ കുറച്ച് മൂടിയിട്ട് വെക്കണം, ഒരു 5-10 മിനിറ്റ്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഞാൻ 2 ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരി എടുത്തിന്. ഇതേമാതിരി ഇളക്കിയിട്ട് കൊടുക്കണം എന്നൊക്കെയല്ല. പിന്നെ ഞമ്മയില്ലേ വെള്ളം തിളക്കണമെന്ന് തന്നെ ഇല്ല, തിളച്ചില്ല മോശമില്ല, മസാല വെന്തതല്ലേ. പിന്നെ ഇതേമാതിരി അരിയിട്ടിട്ടെല്ലാം കൊടുക്കണം. പിന്നെ ഒരു സൈഡിൽ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ കുറച്ച് എണ്ണ എടുത്തിന്. പിന്നെ 2 ഉള്ളി, സാജീരകം, കൊത്തമീർ, പച്ചമുളക് ഇതില്ലേ പൊടി പറഞ്ഞിട്ട. പിന്നെ 2 ചെറിയ ആൾത്തിരിയില്ല അത് ഇട്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടും. അതിനെ നല്ല വറുത്ത് പിന്നെ ഇതേമാതിരി മിക്സിയിൽ അരച്ചിട്ടെടുക്കണം. നോക്കും ഒരു സൈഡിൽ ചോറ് തണ്ണിയെല്ലാം ഇത് ഉണങ്ങിയിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് 1 സ്പൂൺ 2 സ്പൂണോ നെയ്യിട്ടിട്ട് കൊടുക്കണം ഇതേമാതിരി. പിന്നെ മൂടിയിട്ട് വെച്ചാൽ മതി, റെഡിയായി കറി. പിന്നെ ഇത് എണ്ണക്കില്ലേ നമ്മൾ അരച്ചിട്ട് വെച്ച മസാല ഇടണം. 2 സ്പൂൺ നെയ്യിടണം. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും. ഇതില്ലേ തൈരിടണം. അതിന് ഇളക്കിയിട്ട് കൊടുത്തേ പിന്നെ കുറച്ച് തൈരിട്ടിട്ട് കൊടുക്കണം ഇതേമാതിരി, പുളിയില്ലാത്ത തൈർ. അതിനിട്ട് അങ്ങ് ഇളക്കിയിട്ട് കൊടുക്കണം. ഇളക്കിയിട്ട് കൊടുത്ത പിന്നെ ചിക്കൻ ക്യൂബ് വേണം കിട്ടാൻ കഴിയും. ഇത് ഞാനില്ലേ മുട്ട ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഇതേമാതിരി ഇളക്കിയിട്ട് കൊടുക്കണം. നോക്ക് എല്ലാം തീയാക്കിയിട്ട് 1/4 സ്പൂൺ ബഡിസോപ്പ് പൗഡറും 1/4 സ്പൂൺ ജീരകപ്പൊടി ഇടണം. അതിനിട്ട് നല്ല ഇളക്കിയിട്ട് കൊടുത്തേ പിന്നെ നോക്കല്ലേ എണ്ണ മുകളിലേക്ക് വന്നാൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മുട്ട നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടില്ല അതിനിടണം ഇതേമാതിരി എല്ലാം ഇതേമാതിരി ഇട്ടിട്ട് കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്കില്ലേ ബട്ടർ വേണം, ബട്ടർ ഇടാം, അല്ലെങ്കിൽ നെയ്യിടാം. ലാസ്റ്റ് ഞമ്മയില്ലേ ഫ്രഷ് ക്രീമില്ലേ, ഫ്രഷ് ക്രീം മുകളിലേക്ക് ഇട്ടിട്ട് കൊടുക്കണം. കറി നോക്കല്ലോ കാണാൻ നല്ല ഭംഗി. പിന്നെ ചപ്പാത്തിൻ്റെ അത് കഴിക്കാനും നല്ലത്. ഫ്രഷ് ക്രീം ഇട്ടിട്ട് കൊടുക്കണം. പിന്നെ മുകളിലേക്ക് കൊത്തമീർ ഇട്ടിട്ട് കൊടുക്കണം. കറി റെഡിയായി. എനിക്ക് ചുവന്ന മുളക് പൊടിയുടെ ഇല്ല, കുരുമുളക് പൊടി ഇടണം നമുക്ക് എരിവിനനുസരിച്ചിട്ട്. പിന്നെ കറി റെഡിയായി നോക്കല്ലോ. മുകളിലേക്ക് ഇതേമാതിരി കുരുമുളക് പൊടി ഇടണം. ഇതിന് പിന്നെ ചപ്പാത്തിൻ്റെ അകത്ത് വെജ് പ്ലവിൻ്റെ അകത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി. ഓക്കെ.